ആൾക്കാരുണ്ട്, പത്തനംതിട്ടയിൽ നിന്നുണ്ട്, എല്ലാം വരുന്നത്. കുറച്ച് വില കുറവുണ്ട് അവിടെ പിൻസിലൊക്കെ. ഒരു കാർഡ് ഉണ്ട്, ചിൽസ കാർഡ് ഉണ്ട് അല്ലേ, അത് അതിലൊക്കെ സൗജന്യമായിട്ടൊക്കെ വേണമെങ്കിലൊക്കെ കൊടുക്കുമായിരിക്കും. എന്തായാലും ഈ കഞ്ചിക്കോട് മറ്റേ ഇവരുടെ അഹല്യയുടെ അടുത്ത് തന്നെ പിംസം സ്റ്റാർട്ട് ചെയ്തു ടൗണില്. ആലത്തൂർ എസ് കോളേജിൻ്റെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കഞ്ചിക്കോട് ഹൈസ്കൂള്, പിന്നെ വേറെ ഏതെങ്കിലും സ്കൂൾ വളരെ BSc നാച്ചുറോപ്പതി ഉണ്ട്, ഹോമിയോപ്പതിയോ നാച്ചുറോപ്പതിയോ ഉണ്ട്, A2B എത്തുന്നതിന് മുമ്പ് ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി. എല്ലാവരും പുതിയ പുതിയ 2 ബസ്സുകൾ അവർ അങ്ങോട്ട് വരുന്നുണ്ട്. പച്ചപ്പാളെ ആവിനിലേക്ക് പോകുന്നുണ്ട്, ആവിൻ ഡയറിയിലേക്ക് നാച്ചുറോപ്പതി, നഴ്സിംഗ് എല്ലാം അവരും പോകുന്നുണ്ട്. കാരണം ഭക്ഷ്യവിഷയമാണല്ലോ മിൽക്ക് വഴി. അപ്പോൾ അവിടെ മോൻ അവിടെ പോയപ്പോൾ അവനവിടെ ട്രെയിനിങ് കൊടുക്കും. മുള്ളിയ അല്ലേ ഇതാ വെച്ചിരിക്കുന്നത് അല്ലേ? ശരി. ഈ പാറകളിലൊക്കെ ചെടികളുള്ളത് പോലെ അല്ലേ ശരിക്കും? ഇങ്ങനെ പോലത്തെ കഴിക്കുന്നത് സാർ, അവര് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ നമുക്ക് നെല്ലിക്ക കഴിക്കുന്ന പോലെ ഉണ്ടാവും. നോക്കി, ഈ ഒരു ചെറിയ ചെടിയാണോ ആ ട്രൈബൽസ് കഴിക്കുക? ഈ ചെറിയ തളിരില്ലേ, അതൊരു മൂക്കുന്നതിന് മുമ്പ് കഴിക്കണം അല്ലേ? അപ്പോൾ തടിയും കുറയും, കുറേ നേരം ദാഹം ഇല്ലാതിരിക്കുകയും ചെയ്യും അല്ലേ? ഇപ്പോൾ എല്ലാവരും സ്വർണം തരിശുഭൂമിയിലെ സ്വർണം കശുമാവ്, പഞ്ചാബ് ജൈൻ സങ്കര ഇനം പപ്പായ, ബാച്ചിലേഴ്സ് ബണ്ടൻ വാടാമല്ലി, ചൈനീസ് റോസ് ചെമ്പരത്തി, ഇന്ത്യൻ ഫയർ അശോകം, ജോൺസ് ഓഫ് കെനഡി റോസ്, കൽപ്പക വൃക്ഷം തെങ്ങ്, സമാധാനത്തിൻ്റെ വൃക്ഷം ഒലിവ് മരം, ദേവതകളുടെ വൃക്ഷം ദേവദാരു, പച്ചക്കറികളുടെ രാജാവ് പടുവലങ്ങ, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലം, പ്രകൃതിയുടെ ടോണിക് ഏത്തപ്പഴം, ഫലങ്ങളുടെ രാജാവ് മാമ്പഴം, മാമ്പഴങ്ങളുടെ രാജാവ് അൽഫോൺസ, ഫലങ്ങളുടെ റാണി മാംഗോസ്റ്റീൻ, പാവപ്പെട്ടവരുടെ ആപ്പിൾ തക്കാളി, ഇന്ത്യൻ ചെറി ഞാവൽ, സ്വർഗീയ ഫലം കൈതച്ചക്ക, ഇന്ത്യയുടെ ഈത്തപ്പഴം പുളി, വെളുത്ത സ്വർണം കശുവണ്ടി, പച്ച സ്വർണം വാനില, ഹരിത സ്വർണം മുള. ങ്ങളുടെ രാജാവ് കൃഷ്ണ തുളസി, കാട്ടുമരങ്ങളുടെ രാജാവ് തേക്ക്, പാവപ്പെട്ടവൻ്റെ തടി മുള, പവിത്രവൃക്ഷം ചെമ്പകം, രാജകീയ വൃക്ഷം ചന്ദനം, ദേവവൃക്ഷം പാരിജാതം, ഐശ്വര്യവൃക്ഷ ഏഴംപാല, സാധാരണക്കാരൻ്റെ മരം പ്ലാവ്, പ്രകൃതിയിലെ ഔഷധശാല ആര്യവേപ്പ്, ഫോസിൽ സസ്യം ജിങ്കോ, ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി രാമനാഥ പച്ച, ജമൈക്കർ പെപ്പർ സർവ്വസുഗന്ധി, യവനപ്രിയ കുരുമുളക്, കറുത്തപ്പൊന്ന് കുരുമുളക്, പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലേ, കിലുക്കച്ചെടി, അതിനും ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇതാണ് സ്പോർട്സ്. മാഡം അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരൊന്ന് പറയുമോ? ഇത് ഡയോസ്പൈറസ് മൊണ്ടാന അല്ലേ? ഇത് ടെമ്പിളിലൊക്കെ ഒരു സീക്രട്ട് പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ബാർക്കും ഫ്രൂട്ട്സുകളും എടുത്ത് കഴിക്കാം അല്ലേ? ഇത് കഴിക്കാനാ? ഇത് ഒബേസിറ്റി പിന്നെ വിശപ്പൊക്കെ വരാനിരിക്കാൻ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് സർ. അപ്പോൾ ഇത് ഒരു സൗണ്ട് സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ശബ്ദം ഇട്ടിട്ട് അത് കഴിക്കുമ്പോൾ അത് ബിറ്റർ ആവും. ഇല്ലെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് കുടിച്ചാ ഇതില്ലേ നെല്ലിക്ക ടേസ്റ്റ് ഉണ്ടാവും സർ. ഇതിന്റെ പക്ഷെ പ്ലാന്റ്സുകൾ കുറവാണല്ലേ? ഇത് ഡെമോ ആണ്.
കെറാലുമ capsules. കെരാലുമ ക്യാപ്സ്യൂൾസ് CARALL അതൊക്കെ ഇതിൽ നിന്ന് എടുക്കുന്നതാണല്ലേ? ഇത് പണ്ട് ട്രൈബൽസ് ആണ് ഈ സാധനങ്ങൾ കഴിച്ചിരുന്നത് അല്ലേ? കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ റെഫറൻസ് നമുക്ക് വേറെ എവിടെ